ഹലോ ഗൈസ്. സോ ഈ വീഡിയോയിൽ തംബ്നെയിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഞാൻ ലാപ്ടോപ്പിലും മൊബൈലിലും ചെയ്യാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ ലാപ്ടോപ്പിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. സോ അതിനായിട്ട് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ക്യാൻവയുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് കയറി ലോഗിൻ ചെയ്ത് കിടക്കുന്നതായതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ആക്സസ് ഈസിലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ട്. അതിൽ യൂട്യൂബ് തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഒരുപാട് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. ടെംപ്ലേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ്, ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാ ഓൺലൈൻ ലേണിംഗ് എന്ത് വേണമെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ. സോ ഞാനിവിടെ ഈ ഒരെണ്ണം ചുമ്മാ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും എഡിറ്റിംഗ് നടത്താം. ഈ പറയുന്ന ഈ പിക്ചർ മാറ്റാൻ പറ്റും, ഈ കൊടുത്തേക്കുന്ന റൈറ്റിങ്സ് മാറ്റാൻ പറ്റും, ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് യൂസ് ചെയ്യാം, ഫോണ്ട് സൈസ് മാറ്റാം, ഈ കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ. കുറേ കാര്യങ്ങൾ എല്ലാം മാറ്റാൻ പറ്റും. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പിക്ചർ ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഈ പിക്ചറിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോസ് കാണുന്നത്. എൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുക്കുകയാണ്. സോ ആ ഫോട്ടോ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ അതിലേക്ക് കയറും. പിന്നെ നമുക്ക് ഈ തംബ്നെയിൽ അതായത് ഈ ഹെഡിങ് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. വേറെ ഒരെണ്ണം കൊടുക്കാം. അത് നോക്കാം. ഇംഗ്ലീഷ് ടീച്ചറിന് ഞാൻ കൊടുക്കാം. ഇംഗ്ലീഷ് ടീച്ചർ കണ്ടോ, കൊടുത്തു. ഇവിടെ വേറെ ഉള്ള തംബ്നെയിലൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ ഡിസൈൻ എന്നുള്ളത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. കണ്ടോ, ഇത് നമുക്ക് നീക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാം. കണ്ടോ, ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി കളർ ചേഞ്ച് ചെയ്യണോ? യെസ്, അതും പോസിബിളാണ്. ഇവിടെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ നമുക്ക് ഇഷ്ടമുള്ളതാക്കാം. അപ്പോൾ യെല്ലോ വേണമെങ്കിൽ യെല്ലോ ആയി, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്. കണ്ട് ഇഷ്ടംപോലെ കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് മാറ്റി ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമുക്കിവിടെ ഷെയറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ആവും. അതല്ലാന്നാണെങ്കിലും ഇത് തന്നെ ഈ ഫയൽ സേവ് ആയി കിടന്നോളും. അല്ലെങ്കിൽ ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡൗൺലോഡ് ആവും. അഗൈൻ ഇതിലും കൂടെ ക്ലിക്ക് ചെയ്യണം. സോ അപ്പോൾ ഡൗൺലോഡഡ് ആയിക്കോളും. ഓക്കെ. ഇങ്ങനെയാണ് ഞാൻ തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ.